പടം ഭയങ്കര മാസാന്നേ. ഈ വാഴ്ന്നൂർ ലേലമൊക്കെ പോലുള്ള ഒരു സിനിമയാണ്. ജോജു ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ, അദ്ദേഹത്തിന് ഒരു കരിയർ വേറെയാണ്. കാരണം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നിറഞ്ഞാടുന്ന ഒരു ആക്ടറാണ് ജോജു ജോർജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ജോജു ജോർജിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജോഷി സാറാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വാഴ്ന്നൂർ, ലേലം അത്തരത്തിലുള്ള സിനിമ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര മാസ്. പിന്നെ അത് മാത്രമല്ല, ജോജു ചേട്ടൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഷാജി കൈലാസിൻ്റെ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ഷോട്ടുകളായിരിക്കും. അപ്പോൾ ഫേസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. ജോജു ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീര നടനാണ്. അപ്പോൾ അത് നമുക്കൊരു വാഴ്ന്നൂർ ലേലമൊക്കെ വീണ്ടും വന്നതുപോലെ തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മൂഡ് സിനിമയാണ്. ഷാജി കൈലാസ്, ജോഷി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും ഗംഭീര സിനിമകൾ ചെയ്യുന്നവരാണ്. കാരണം മാസ് സിനിമ ചെയ്യുന്നതാണ് ഇവർ രണ്ടുപേരുടെയും സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കടുവ കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള സിനിമയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതിൽ ജോജു ചേട്ടൻ എന്തായാലും തകർത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം കിട്ടിയ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്. ഈ പറയുന്ന ടൈറ്റിൽ തന്നെ കണ്ടില്ലേ, വരവ് ഒന്നൊന്നര വരവല്ല ജോജു ചേട്ടൻ്റെ കലക്കിട്ടുണ്ട്. ആ ഒരു കോമ്പോ അടിപൊളിയായിട്ട് വർക്കുണ്ട്. ഷാജി കൈലാസ് ആൻഡ് ജോജു എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ആദ്യം ജോജി സാറ്, പിന്നെ ഇയാളെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പറയാനൊന്നുമില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ആവും. ചിലപ്പോൾ ഫൈറ്റാണ് ഇതിൽ മെയിൻ. ആ ടൈറ്റിൽ സൂചിപ്പിച്ച പോലെ തന്നെ വരവര ഒന്നൊന്നര വരവായിട്ടുണ്ട്. നാടൻ ഇട്ടി എല്ലാം കൂടിയിട്ട് ഈ സാമ്പാർ രാഷ്ട്രം പോലത്തെ ഒരു മിക്സിംഗ് ആണ് ഇതിൽ. എല്ലാം കൂടിയിട്ട് ഒരു മിക്സിംഗ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പുള്ളിനെ നന്നായിട്ടുണ്ട്. പണ്ട് ഷാജി കൈലാസ് മമ്മൂക്കനെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്രെയിമിൽ കൊടുന്നു കഴിഞ്ഞാൽ ഒരു ആനച്ചന്താണ്. ആ ഒരു ഫ്രെയിമിൽ ഇത് ചോദിച്ചേട്ടൻ തോന്നുന്നുണ്ട് നമുക്ക്. പുള്ളി ആ ഒരു നിൽക്കുമ്പോൾ തന്നെ ഒരു വേറെ വരവാ. ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ വരവര ഒന്നൊന്നര വരവായിട്ടുണ്ട്. നമ്മുടെ ഒരു ഇടിപ്പടം, നമ്മുടെ ഒരു പഴയ ഷാജി കൈലാസിൻ്റെ AK സാജൻ ആ ഒരു കൂട്ടുകെട്ടത്തിലുള്ള ഒരു ഇടിപ്പടമാണ്. പിന്നെ ജോജുവിൻ്റെ ആക്ഷനാണ് ഇതിനകത്തുള്ള ഹൈലൈറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ആക്ഷനൊക്കെ സിനിമക്കകത്ത് കാണാനുണ്ട്. പിന്നെ ബൈജു, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മുരളി ഗോപിയുടെ ക്യാരക്ടർ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ അർജുൻ അശോകൻ വലിയൊരു താരനിരയാണ്, പണ്ടത്തെ നമ്മുടെ ഷാജി കൈലാസ് പടത്തിൽ കാണുന്ന പോലെ. പക്ഷേ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പരിപാടി നമ്മുടെ പഴയ അദ്ദേഹത്തിൻ്റെ ആ ഒരു താരനിരയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജനറേഷനിലെ ഒട്ടുമിക്ക താരങ്ങളൊക്കെയുള്ള നല്ല ബിൽഡപ്പ് സ്റ്റോറിയൊക്കെ ഉള്ള അങ്ങനെ ഒരു ടൈപ്പ് കഥയാണ്. മേക്കിംഗ് ഒക്കെ നമ്മുടെ ഷാജി കൈലാസ് രീതിയിലുള്ളത് തന്നെയാണ്. ഇതൊരു ഹിൽ സ്റ്റേഷൻ ഏരിയയിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ ഒരു സ്റ്റൈലുണ്ട്. അതായത് ഒരു റിവെഞ്ച്, അങ്ങനെ തന്നെയാണല്ലോ വരവ് എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നത്. ഒരു റിവെഞ്ചിനെത്തുന്ന ജോജു ജോർജും പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളും അതൊക്കെ തന്നെയാണ്. സ്റ്റോറി ലൈനൊക്കെ വളരെ സിമ്പിളാണെങ്കിലും ഗംഭീരമായ ആക്ഷൻ ഉണ്ട്. ജോജു ജോർജ് ഗംഭീരമായിട്ട് ആക്ഷൻ ചെയ്യുന്ന സിനിമയ്ക്കകത്ത്. ഇപ്പോൾ ഇതുവരെ തന്നെ 2-3 ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീനുകൾ. ഒരു സ്റ്റൈലില്ലേ, ആ സ്റ്റൈലിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ജോജു ജോർജിന് അതേ സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത്. ജോജുവിൻ്റെ പടം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഷാജി കൈലാസിൻ്റെ സ്ഥിരം സ്റ്റൈലി പുള്ളിയുണ്ടല്ലോ, മറ്റേ ഷോട്ടുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ അതേ ഷോട്ടുകൾ തന്നെ എടുത്തു വെച്ചിരിക്കുന്നു. കുഴപ്പമില്ല. എന്നാലും നല്ലൊരു മാസമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ജോജുവിനെ നല്ലപോലെ മാസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മുരളി ഗോപി നല്ല റോൾ ചെയ്തിട്ടുണ്ട്. മുരളി ഗോപി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പുള്ളി ആത്മാർത്ഥമായിട്ട് പുള്ളിയുടെ സ്വരവും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല റോളാണ് മുരളി ഗോപി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി കാത്തിരിക്കുന്നു അടുത്ത് എന്നാന്ന് അറിയാനുണ്ട്. സ്ഥിരം ഷാജി കൈലാസ് സ്റ്റൈലി. ഇടിയല്ല, എനിക്ക് തോന്നുന്നൊരു ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ ഒരു 3 ഇടി കഴിഞ്ഞു. അത്ര കൊണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, വാച്ചബിളാണ്. ജോജുവിനെ വാച്ചബിളായിട്ട് ചെയ്തിട്ടുണ്ട്. ജോജുവിൻ്റെ സ്ഥിരം ശൈലി ഉണ്ടല്ലോ, മറ്റേ പുറഞ്ചിലൊക്കെ കാണുന്ന ആ ഒരു മോഡലിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കുഴപ്പമില്ല.